നമസ്കാരം, സ്പീഡ് ന്യൂസിലേക്ക് സ്വാഗതം. കൊടകരയിൽ ബൈക്ക് അപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന യുവാവ് മരിച്ചു. മറ്റത്തൂർ കുന്ന് കരിമ്പനക്കൽ ലതീഷിന്റെ മകൻ 20 വയസ്സുള്ള ആരവ് കൃഷ്ണനാണ് മരിച്ചത്. ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടന്മാരായ ശ്രീനാഥ് ബാസിയെയും ഷൈൻ ടോം ചാക്കോയും നാളെ ചോദ്യം ചെയ്യും. ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതികളുടെ മൊഴിയും ഡിജിറ്റൽ തെളിവുകളും മുൻനിർത്തിയായിരിക്കും ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ബാസിയെയും ചോദ്യം ചെയ്യുക. കൊച്ചിയിൽ കഞ്ചാവുമായി 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. തല്ലുമാല സിനിമയുടെ സംവിധായകൻ ഖാലിദ് റഹ്മാനും തമാശ സിനിമയുടെ സംവിധായകൻ അഷ്റഫ് ഹംസയുമാണ് പിടിയിലായത്. വൈശാഖ പുണ്യകാലത്തിന് നാളെ തുടക്കമാകും. തിരക്ക് കണക്കിലെടുത്ത് ഗുരുവായൂർ ക്ഷേത്ര ദർശനത്തിന് പ്രത്യേക ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തും. 28 മുതൽ മെയ് 26 വരെയാണ് വൈശാഖം. മുനിക്കക്കടവ് നിരോധിച്ച വലയുപയോഗിച്ച് മത്സ്യബന്ധനം നടത്തിയ മത്സ്യബന്ധന ട്രോളർ ബോട്ട് ഫിഷറീസ് മറൈൻ എൻഫോഴ്സ്മെന്റ് പിടികൂടി പിഴ ചുമത്തി. മുനമ്പം പള്ളിപ്പുറം സ്വദേശി കോട്ടപ്പറമ്പിൽ വീട്ടിൽ സെബാസ്റ്റ്യന്റെ ഉടമസ്ഥതയിലുള്ള ഗോഡ്സ് പവർ എന്ന ബോട്ടാണ് പിടികൂടിയത്. മുള്ളൂർക്കര ഇരുനിലം കോട് പ്രവർത്തിക്കുന്ന ജനകീയ വായനശാലയുടെ 61ാമത് വാർഷികവും സാംസ്കാരിക സമ്മേളനവും നടന്നു. കലാമണ്ഡലം ഭരതനാട്യം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ RLB രാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. BJP UDF കൊള്ളയ്ക്കും തട്ടിപ്പിനുമെതിരെ CPM കൊടുങ്ങല്ലൂർ ലോക്കൽ കമ്മിറ്റി വടക്കേനടയിൽ ബഹുജന സംഗമം സംഘടിപ്പിച്ചു. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ PK ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. പുത്തൂർ പുഴമ്പള്ളത്ത് പുഴയിൽ പുരുഷന്റെ മൃതദേഹം കണ്ടെത്തി. തിരുവിലാമല സ്വദേശി കുന്നേൽ വീട്ടിൽ 41 വയസ്സുള്ള അക്ഷയാണ് മരിച്ചത്. തൃശൂർ ലിറ്റററി ഫോറത്തിന്റെ ആഭിമുഖ്യത്തിൽ ഷേക്സ്പിയർ ഡേയ്സ് എന്ന പേരിൽ പ്രഭാഷണ സംവാദന പരിപാടി സംഘടിപ്പിച്ചു. ചേറൂർ സാഹിതിയിൽ നടന്ന പരിപാടി വിദ്യാഭ്യാസ വിചക്ഷണ നളിനി ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. യുവതിയെ പീഡിപ്പിച്ച ശേഷം കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലെ പ്രതിയായ വിവാഹിതനും 2 കുട്ടികളുടെ അച്ഛനുമായ പ്രതിക്ക് 22 വർഷം തടവും ₹1,00,000 പിഴയും ശിക്ഷ വിധിച്ച് വടക്കാഞ്ചേരി ഫാസ്റ്റ് ട്രാക്ക് കോടതി. വലാർപാടം മുളവുകാട് പുത്തൻചിറ വീട്ടിൽ ഷിജുവിനെയാണ് ശിക്ഷിച്ചത്. കയ്പമംഗലം പഞ്ചായത്തിലെ കുടിവെള്ള വിതരണത്തിലെ അപാകതകൾ പരിഹരിക്കണമെന്ന് CPI കയ്പമംഗലം ലോക്കൽ സമ്മേളനം ആവശ്യപ്പെട്ടു. പ്രതിനിധി സമ്മേളനം CPI ജില്ലാ കൌൺസിൽ അംഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മുല്ലശ്ശേരി ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ വയോജനങ്ങളുടെയും ബാലവേദി അംഗങ്ങളുടെയും ടോക്കിംഗ് പാർലറും ഉല്ലാസയാത്രയും സംഘടിപ്പിച്ചു. MLA മുരളി പെരുന്നല്ലി ടോക്കിംഗ് പാർലറിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. YMCയുടെ നേതൃത്വത്തിൽ ഗുരുവായൂർ പൗരാവലി ഫ്രാൻസിസ് മാർപ്പാപ്പയെ അനുസ്മരിച്ചു. കിഴക്കേനടയിൽ നടന്ന സ്മരണാഞ്ജലി നഗരസഭാ ചെയർമാൻ M കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്തു. ജസ്റ്റിസ് ഫോറം വാർഷികാഘോഷം 29-ന് പാവറട്ടി കൾച്ചറൽ സെന്റർ ഓഡിറ്റോറിയത്തിൽ നടക്കും. കേരള ലളിതകലാ അക്കാദമി ചെയർമാൻ മുരളി ചിരോത്ത് വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്യും. CPI ലോകമലേശ്വരം ലോക്കൽ സമ്മേളനം കൊടുങ്ങല്ലൂരിൽ നടന്നു. CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KV വസന്തകുമാർ ഉദ്ഘാടനം ചെയ്തു. പെരിഞ്ഞനത്തെ മികച്ച കർഷകനായ ജോർജ് അതിയുന്തന്റെ കൃഷിയിടത്തിലെ തണ്ണിമത്തൻ വിളവെടുത്തു. ET ടൈസൺ MLA വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. പറപ്പൂക്കര പഞ്ചായത്തിലെ രാപ്പാൾ കിഴക്കുമുറി കോഴിപ്പാടൻ റോഡിന്റെ നിർമ്മാണ ഉദ്ഘാടനം KK രാമചന്ദ്രൻ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് EK അനൂപ് അധ്യക്ഷത വഹിച്ചു. മതിലകം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതി വിഹിതം ഉപയോഗിച്ച് പുതുതായി നിർമ്മിച്ച കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനവും ലൈഫ് PMAY ഗുണഭോക്തൃ സംഗമവും തിങ്കളാഴ്ച നടക്കും. കായിക വകുപ്പ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ കോൺഫറൻസ് ഹാളിന്റെ ഉദ്ഘാടനം നിർവഹിക്കും. CPI മേത്തല വെസ്റ്റ് ലോക്കൽ സമ്മേളനത്തിന്റെ ഭാഗമായി പൊതുസമ്മേളനം CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KS ജയ ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ കൌൺസിൽ അംഗങ്ങളായ VR സുനിൽകുമാർ, MLA PP സുഭാഷ് എന്നിവർ സംസാരിച്ചു. ഇടം സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ കടങ്ങോട് പാറപ്പുറം സ്കൂളിൽ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു. കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീന സാജൻ ഉദ്ഘാടനം ചെയ്തു.
കനകമല കുരിശുമുടി തീർത്ഥാടന കേന്ദ്രത്തിൽ മാർ തോമസ് ലീഹായുടെ വിശ്വാസ പ്രഖ്യാപന തിരുനാൾ ആഘോഷിച്ചു. ഫാദർ ജെയിംസ് കൊച്ചുപറമ്പിൽ ദിവ്യബലിക്ക് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. അന്താരാഷ്ട്ര ഹിന്ദി ഒളിമ്പ്യാഡിൽ കരുമത്ര സ്വദേശിനിയായ വിദ്യാർത്ഥിനിക്ക് സ്വർണ്ണ മെഡൽ. രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനി അനന്തിക മൈഥിലിക്കാണ് പുരസ്കാരം ലഭിച്ചത്. PU രാധാകൃഷ്ണൻ രചിച്ച തേക്കിൻകാട്ടിലെ മരങ്ങളും മർമ്മമരങ്ങളും എന്ന പുസ്തകത്തിന്റെ പ്രകാശനം സംഗീത നാടക അക്കാദമി മുൻ സെക്രട്ടറി ഡോക്ടർ PV കൃഷ്ണൻ നായർ കൊച്ചിൻ ദേവസ്വം പ്രസിഡന്റ് രവീന്ദ്രൻ പുസ്തകം കൈമാറി നിർവഹിച്ചു. വടക്കാഞ്ചേരി മോഡൽ ഗേൾസ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങിൽ നാടകകൃത്ത് ET ഡേവിസ് അധ്യക്ഷത വഹിച്ചു. ദീർഘനാളത്തെ സേവനത്തിനു ശേഷം വിരമിച്ച തിരുവഞ്ചിക്കുളം അംഗൻവാടി ഹെൽപ്പർ VK അരുണയ്ക്ക് കൊടുങ്ങല്ലൂർ നഗരസഭ 21ാം വാർഡ് വികസന സമിതിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പ് നൽകി. വാർഡ് കൌൺസിൽ KA സുനിൽകുമാർ ഉദ്ഘാടനം ചെയ്തു. നെല്ലായി സെന്റ് മേരീസ് പള്ളിയിൽ വിശുദ്ധ യൂദ തദേവൂസിന്റെ ഊട്ടുതെരുനാളിന് കൊടിയേറി. ഇരിങ്ങാലക്കുട രൂപതാ വികാരി ജനറൽ മോൺസിനോർ വിൽസൺ ഈരത്തറ കൊടിയേറ്റം നിർവഹിച്ചു. ഈ മാസം 30-നാണ് തിരുനാൾ. കുഞ്ഞംപറമ്പ് മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ഊട്ടുതിരുനാളിനോടനുബന്ധിച്ചുള്ള സ്വാഗത സംഘം ഓഫീസിന്റെ ഉദ്ഘാടനം വികാരി ഫാദർ ആന്റോ ഉല്ലൂക്കാരൻ നിർവഹിച്ചു. ജൂൺ 13-നാണ് ഊട്ടുതിരുനാൾ. കയ്പമംഗലം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ സന്ദേശം ഉയർത്തി കൂട്ടയോട്ടം സംഘടിപ്പിച്ചു. കയ്പമംഗലം പഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ഉദ്ഘാടനം ചെയ്തു. സൗദി ദമാമിലെ അൽ മുഹൈദിബ് കോൺട്രാക്ടിംഗ് കമ്പനിയിൽ ജോലി ചെയ്യുന്നവരുടെ കൂട്ടായ്മയായ അൽ മുഹൈദിബ് കുടുംബസംഗമം നടത്തി. ചന്ദ്രാപിന്നി ചിറക്കൽ പള്ളി മദ്രസ ഹാളിൽ നടന്ന കുടുംബസംഗമം ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. തൃശൂർ തൊഴിൽ പൂരത്തിൽ ഇതുവരെ 1246 പേർക്ക് തൊഴിൽ ഓഫർ ലഭിച്ചതായി റവന്യൂ മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ. മേളയിൽ പങ്കെടുത്ത ഉദ്യോഗാർത്ഥികളിൽ തൊഴിൽ ലഭിക്കാത്തവരെയും ഷോർട്ട് ലിസ്റ്റ് ചെയ്തവരെയും ഉൾപ്പെടുത്തി മെയ് 18 മുതൽ 24 വരെ തൃശൂർ കോർപ്പറേഷന്റെ തൊഴിൽ പൂരത്തിന്റെ പ്രത്യേക അഭിമുഖങ്ങൾ ഒരുക്കുമെന്നും മന്ത്രി. കഴിഞ്ഞ ദിവസമുണ്ടായ കനത്ത കാറ്റിലും മഴയിലും കയ്പമംഗലത്ത് നാശനഷ്ടം. നിരവധി മരങ്ങൾ ഒടിഞ്ഞു വീണു. കാക്കാത്തിരുത്തി ഈസ്റ്റ് ടിപ്പു സുൽത്താൻ റോഡിൽ തെങ്ങ് വീണു. തൃശൂർ പൂരം ഘടകപൂരങ്ങൾക്കുള്ള കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ ധനസഹായ വിതരണം 28-ന് ഉച്ചയ്ക്ക് 2-ന് തൃശൂർ നീരാഞ്ജലി ഹാളിൽ മന്ത്രി R ബിന്ദു നിർവഹിക്കും. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് K രവീന്ദ്രൻ അധ്യക്ഷത വഹിക്കും. മണ്ണമ്പേട്ട പൂക്കോട് കോഴിക്കൂട്ടിൽ കയറി കോഴികളെ വിഴുങ്ങിയ മലമ്പാമ്പിനെ പിടികൂടി. റിട്ടയർഡ് SI പൂക്കോട് കൊല്ലേരി വീട്ടിൽ മുരളിയുടെ കോഴിക്കൂട്ടിൽ നിന്നാണ് മലമ്പാമ്പിനെ പിടികൂടിയത്. പെരിഞ്ഞനം പഞ്ചായത്തിലെ കനവ് മാലിന്യ സംസ്കരണ കേന്ദ്രത്തിൽ പുതിയ ഘട്ട നവീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം നടത്തി. മതിലകം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CK ഗിരിജ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ സ്പീഡ് ന്യൂസ് സമാപിക്കുന്നു. നമസ്കാരം.